വെൽക്കം സ്റ്റുഡൻസ്. നമ്മളിത് പഠിക്കാൻ പോകുന്നത് ഇന്ത്യ ലാൻഡ് ഓഫ് ഡൈവേഴ്സിറ്റീസ് എന്ന ചാപ്റ്ററാണ്. വൈവിധ്യങ്ങളുടെ ഇന്ത്യ എന്ന് പറഞ്ഞ 7ാമത്തെ പാഠം. എക്സാമിന് വേണ്ടിയിട്ട്, അതായത് പൊതുപരീക്ഷയ്ക്കായി കൂടുതൽ ശ്രദ്ധ നൽകേണ്ട മേഖലകളിലെ ഒരു പാഠമാണിത്. ആ പാഠത്തിലെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ മാത്രമാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ നിന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ചാപ്റ്ററിലെ എല്ലാ പാരഗ്രാഫുകളും ആദ്യം മുതലുള്ള ഇൻട്രൊഡക്ഷനൊക്കെ എക്സ്പ്ലെയിൻ ചെയ്ത് പോകുന്നില്ല. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം നമ്മൾ സ്ട്രെസ് ചെയ്ത് പോവുകയാണ്. അപ്പോൾ എല്ലാവർക്കും ക്ലാസ്സിലേക്ക് സ്വാഗതം. പാഠം തുടങ്ങുന്നത് MK രാമചന്ദ്രൻ്റെ ദേവഭൂമിയിലൂടെ എന്ന യാത്രാ വിവരണത്തെ ആസ്പദമാക്കിയിട്ടൊരു ചെറിയ പാരഗ്രാഫിലൂടെയാണ്. അതൊന്ന് തനിയെ വായിച്ചു നോക്കുക. പിന്നീട് നമ്മുടെ ഇന്ത്യയുടെ ലൊക്കേഷൻ കൊടുത്തിട്ടുണ്ട്, ജസ്റ്റ് അത് പഠിക്കുക. പിന്നെ ഇന്ത്യൻ പെനിൻസുല, എന്താണ് പെനിൻസുല എന്ന് പറയുന്നുണ്ട്. അതിനുശേഷം കൊടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. കൺട്രീസ് ബിലോങ്ങിങ് ടു ദി ഇന്ത്യൻ സബ് കോണ്ടിനെൻറ്റ്, കൺട്രീസ് ഷെയറിങ് ലാൻഡ് ഫ്രോണ്ടിയേഴ്സ് വിത്ത് ഇന്ത്യ, ദ കൺട്രീസ് ഷെയറിങ് ഓഷ്യൻ ഫ്രോണ്ടിയേഴ്സ് വിത്ത് ഇന്ത്യ. ഇതൊക്കെ തനിയെ ചെയ്യേണ്ട പ്രവർത്തനങ്ങളാണ്. നമുക്ക് ഇനി പ്രധാനപ്പെട്ട കാര്യത്തിലേക്ക് പോകാം. ഇന്ത്യ ഹിമാലയാസ് എന്ന് പറഞ്ഞു കൊടുത്തിരിക്കുന്ന നിങ്ങളുടെ ടെക്സ്റ്റിലെ ഭാഗം ഫിഗർ 8.1, അവിടെ നമ്മൾ കൊടുത്തിരിക്കുന്നത് നോർത്തേൺ മൗണ്ടെയിൻ റേഞ്ചസ്, ഇന്ത്യയുടെ നോർത്തേൺ മൗണ്ടെയിൻ റേഞ്ചസിൻ്റെ ഒരു പിക്ചറാണ് കൊടുത്തിരിക്കുന്നത്. അതിൽ സുലൈമാൻ പർവ്വതനിരകൾ കാണിച്ചിട്ടുണ്ട്. ഹിന്ദുക്കുഷ്, പാമീർ, കുൻലുൻ അത്രയും കാണിച്ചിരിക്കുന്നു. അതിനുശേഷം പിന്നീട് അവിടെ പറയുന്നത് നോർത്തേൺ മൗണ്ടെയിൻ റീജിയൻസിനെ നമ്മൾ മൂന്നായിട്ട് സബ് ഡിവിഷൻ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ടേബിൾ നിങ്ങൾ ടെക്സ്റ്റിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. ഫസ്റ്റ് വൺ ട്രാൻസ് ഹിമാലയാസ്. ആ ട്രാൻസ് ഹിമാലയാസ് എന്ന് പറഞ്ഞ ഭാഗമാണ് ABC എന്ന് പറഞ്ഞ ലെറ്റേഴ്സിൽ കൊടുത്തിരിക്കുന്നതിൽ. ആ A എന്ന് പറയുന്നതിൽ കാരക്കോറമാണ്, പിന്നെ ലഡാക്ക്, പിന്നെ സസ്കർ അതിൻ്റെ താഴെ. അതിനുശേഷം ഹിമാലയാസ് ആണ്. എങ്ങനെയാണോ അതിൻ്റെ പൊസിഷൻ അതിനനുസരിച്ചിട്ടാണ് അവിടെ ലൊക്കേഷൻ കൊടുത്തിരിക്കുന്നത്. ഹിമാലയാസിൻ്റെ ഡിവിഷൻ എന്ന് പറയുന്നത് ഹിമാദ്രി, ഹിമാചൽ, സിവാലിക് 1, 2, 3 എന്ന് പറഞ്ഞ് കൊടുത്തിരിക്കുന്നു. അതിനുശേഷം അതിൻ്റെ തൊട്ട് താഴെ ഭാഗത്തായിട്ട് പിന്നെ കൊടുത്തിരിക്കുന്നത് നോർത്തേൺ മൗണ്ടെയിൻ റേഞ്ചസിൻ്റെ നോർത്ത്, സൗത്ത്, വെസ്റ്റ്, ഈസ്റ്റ്, അങ്ങനെ ഡയറക്ഷൻ നിങ്ങൾക്ക് അറിയാമല്ലോ. അങ്ങനെ ഏറ്റവും ഈസ്റ്റേൺ ആയിട്ടുള്ള പാർട്ടിൽ 1, 2, 3, 4 എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. അതിൽ 1, 2, 3, 4 എന്ന് പറഞ്ഞിരിക്കുന്നത് ഈസ്റ്റേൺ ഹൈലാൻഡ്സ് ആണ്. ഈസ്റ്റേൺ ഹൈലാൻഡ്സിൽ ഫസ്റ്റ് വൺ പാട്ട് കൈബം, സെക്കൻഡ് നാഗ ഹിൽസ്, 3 ഖാസി, ഖാരോ, ജയന്തിയ ഹിൽസ്, 4ാമത്തെ മിസോ ഹിൽസ്. അത്രയാണ് അവിടെ കാണിച്ചിരിക്കുന്നത് നോർത്തേൺ മൗണ്ടെയിൻ റീജിയൻസിനെ. അപ്പോൾ നോർത്തേൺ മൗണ്ടെയിൻ റീജിയൻസിനെ നമ്മൾ എത്രയായിട്ട് ഡിവൈഡ് ചെയ്തിരിക്കുന്നത് ചോദിച്ചാൽ ട്രാൻസ് ഹിമാലയാസ്, ഹിമാലയാസ്, ഈസ്റ്റേൺ ഹൈലാൻഡ്സ് ഇത്രയായിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. ഇനി ട്രാൻസ് ഹിമാലയാസിൻ്റെ സ്പെഷ്യാലിറ്റി എന്താണെന്ന് നോക്കാം. അതിന് മുൻപായിട്ടൊരു കാര്യം പറയട്ടെ. നമ്മൾ ഇന്ത്യയുടെ ഭൂപ്രകൃതിയെ നമ്മൾ ഡിവൈഡ് ചെയ്തിരിക്കുന്നത് ഇങ്ങനെയാണ്: നോർത്തേൺ മൗണ്ടെയിൻ റേഞ്ചസ്, നോർത്തേൺ ഗ്രേറ്റ് പ്ലെയിൻ, ദി പെനിൻസുല പ്ലാറ്റ്യൂ, ദി കോസ്റ്റൽ പ്ലെയിൻ ആൻഡ് ദി ഐലൻഡ്സ്. ഇതാണ് ഇന്ത്യയുടെ ഫിസിയോഗ്രഫിക്കൽ ഡിവിഷൻ എന്ന് പറയുന്നത്. നമുക്ക് ഫസ്റ്റ് പഠിക്കാനുള്ളത് നോർത്തേൺ മൗണ്ടെയിൻ റേഞ്ചസിനെ കുറിച്ചിട്ടാണ്. അതിൽ നമ്മൾ ആദ്യം പഠിക്കാൻ പോകുന്നത് നോർത്തേൺ മൗണ്ടെയിൻ റേഞ്ചസിലെ ട്രാൻസ് ഹിമാലയാസിനെ കുറിച്ചിട്ടാണ്. ടെക്സ്റ്റ് ബുക്ക് നോക്കുക നിങ്ങളുടെ. ദ ട്രാൻസ് ഹിമാലയാസ് ഇൻക്ലൂഡ് കാരക്കോറം, ലഡാക്ക് ആൻഡ് സസ്കർ മൗണ്ടെയിൻ റേഞ്ചസ്. Mount K2, also known as Godwin Austen, the highest peak in India, is in the Karakoram range. The average height of the Trans Himalayas is 6,000 meters. ട്രാൻസ് ഹിമാലയാസിൽ നമ്മൾ ഓർത്തിരിക്കേണ്ടത് കാരക്കോറം, ലഡാക്ക്, സസ്കർ എന്നീ പർവ്വതനിരകൾ ചേർന്നതാണ് ട്രാൻസ് ഹിമാലയ എന്ന് പറയുന്നത്. ഇന്ത്യയിലെ ഏറ്റവും ഉയരമുള്ള കൊടുമുടിയായ മൗണ്ട് K2 അഥവാ ഗോഡ്വിൻ ഓസ്റ്റിൻ 2661 മീറ്റർ ഉയരം സ്ഥിതി ചെയ്യുന്നത് കാരക്കോറം നിരകളിലാണ്. ട്രാൻസ് ഹിമാലയത്തിൻ്റെ ശരാശരി ഉയരം എന്ന് പറയുന്നത് 6000 മീറ്ററാണ്. ഇവിടെ നിങ്ങൾ ഈ മൗണ്ട് K2 അല്ലെങ്കിൽ ഗോഡ്വിൻ ഓസ്റ്റിൻ എന്ന പേര് ഓർത്തിരിക്കുക. ഇന്ത്യയിലെ ഏറ്റവും ഉയരം ഉള്ള കൊടുമുടിയാണ് മൗണ്ട് K2 അല്ലെങ്കിൽ ഗോഡ്വിൻ ഓസ്റ്റിൻ. നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത് ഹിമാലയാസിനെ കുറിച്ചിട്ടാണ്. ഹിമാലയാസിനെ കുറിച്ച് ചെറിയ വിവരണം ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുണ്ട്. ഹിമാലയൻ മൗണ്ടെയിൻ റേഞ്ചസ് ഫോംസ് ആൻ ആർക്ക് ഷേപ്ഡ് ഫിസിക്കൽ ഡിവിഷൻ എക്സ്റ്റെൻഡിങ് ബിറ്റ്വീൻ ദി നോർത്ത് വെസ്റ്റ് ട്രാൻസ് ഹിമാലയാസ് ആൻഡ് ദി സൗത്ത് ഈസ്റ്റേൺ highlands. These mountain ranges have a length of about 2,400 kilometers. Many of the world's highest peaks are situated here എന്ന് പറഞ്ഞൊരു ചെറിയ വിവരണം കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് നിങ്ങൾ വായിച്ചാൽ മതി. നമുക്ക് കൂടുതൽ ഊന്നൽ കൊടുത്ത് പഠിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ഹിമാലയാസിനെ നമ്മൾ 3ആയിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. അത് ഏതൊക്കെയാണ്? ഹിമാദ്രി, ഹിമാചൽ ആൻഡ് സിവാലിക്. അതിനെക്കുറിച്ച് നമുക്ക് കൂടുതൽ പഠിക്കാം.
ഹിമാലയാസിൻ്റെ സബ് ഡിവിഷനിൽ നമുക്ക് ഫസ്റ്റ് പഠിക്കേണ്ടത് ഹിമാദ്രിയാണ്. ഹൈറ്റ് അനുസരിച്ചിട്ടാണ് അതിനെ അവിടെ കാണിച്ചിരിക്കുന്നത്. അതിൻ്റെ ഉയരം അനുസരിച്ചുള്ള ചിത്രം നിങ്ങൾ ശ്രദ്ധിക്കുക. ഹിമാദ്രി ഏറ്റവും ഉയർന്നിരിക്കുന്നു, അതിൻ്റെ താഴെ ഹിമാചൽ, പിന്നെ ഏറ്റവും താഴെ സിവാലിക്. അതിൽ തന്നെ നമുക്ക് മനസ്സിലാകും അതിൻ്റെ പൊസിഷൻസ്. ഹിമാദ്രി എന്ന് പറയുന്നത് ദ ഹയസ്റ്റ് മൗണ്ടെയിൻ റേഞ്ചാണ്. ഹിമാലയാസിലെ ഹയസ്റ്റ് മൗണ്ടെയിൻ റേഞ്ചാണ് ഹിമാദ്രി എന്ന് പറയുന്നത്. അപ്പം ഇറ്റ് ഈസ് ദ ഹയസ്റ്റ് റേഞ്ച് ഇൻ ഹിമാലയാസ് എന്ന് ചോദിച്ചാൽ നമ്മൾ ഹിമാദ്രി എന്നാണ് എഴുതേണ്ടത്. അത് എക്സാമിന് ചോദിച്ചിട്ടുണ്ട്, ഇനിയും ചോദിക്കാം. ഏറ്റവും ഉയരം കൂടിയ പർവ്വതനിരയാണ്. ദെൻ അടുത്തത് ഹിമാചൽ. അതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് സിറ്റുവേറ്റഡ് ടു ദി സൗത്ത് ഓഫ് ദി ഹിമാദ്രി. കണക്ട് ചെയ്ത് പഠിക്കുക, അപ്പോൾ ഓർമ്മ കിട്ടും. ഹിമാദ്രിയുടെ തെക്ക് ഭാഗത്തായി സ്ഥിതി ചെയ്യുന്നതാണ് ഹിമാചൽ എന്ന് പറയുന്നത്. അതിൻ്റെ തൊട്ട് താഴെ നമുക്ക് നോക്കുക, സിവാലിക്കാണ് കൊടുത്തിരിക്കുന്നത്. അതായത് ഹിമാചലിന് തെക്ക് ഭാഗത്തായിട്ടാണ് സിവാലിക്ക് സ്ഥിതി ചെയ്യുന്നത്. സിറ്റുവേറ്റഡ് ടു ദി സൗത്ത് ഓഫ് ദി ഹിമാചൽ. ഇനി വീണ്ടും ഹിമാദ്രി. ആവറേജ് ഓൾട്ടിറ്റ്യൂഡ് എന്ന് പറയുന്നത് അതിൻ്റെ 6000 മീറ്റേഴ്സാണ്. ഇവിടെ ഹിമാചലിൻ്റെ കൊടുത്തിരിക്കുന്നത് അതിൻ്റെ നേർപകുതിയാണ് ആവറേജ് ഓൾട്ടിറ്റ്യൂഡ് എന്ന് പറയുന്നത് 3000 മീറ്റേഴ്സ്. അപ്പോൾ കണക്ട് ചെയ്ത് പഠിക്കുമ്പോൾ എളുപ്പമായി. മേളിൽ 6000, താഴെ 3000. ഇനി ആവറേജ് ഓൾട്ടിറ്റ്യൂഡ് സിവാലിക്കിൻ്റെ പറയുന്നത് 1220 മീറ്ററാണ്, 1220 മീറ്റേഴ്സ്. ഇനി ഹിമാദ്രി എന്ന് പറയുന്നതിൽ ഒറിജിൻ ഓഫ് ദി റിവേഴ്സ് ഗംഗ ആൻഡ് ബ്രഹ്മപുത്ര. ഹിമാദ്രിയിൽ നിന്നും ഉത്ഭവിക്കുന്ന നദികൾ ഗംഗ, യമുന എന്നീ നദികളാണ്. പിന്നെ അടുത്ത പോയിന്റ് എന്ന് പറയുന്നത് 8000 മീറ്റർ മുകളിൽ ഉയരമുള്ള നിരവധി കൊടുമുടികൾ സ്ഥിതി ചെയ്യുന്നു. ഉദാഹരണത്തിന് കാഞ്ചൻജംഗ, നന്ദ ദേവി. ഇനി അടുത്തത് ഹിമാചലിൻ്റെ മറ്റൊരു സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് ദ ഹിൽ സ്റ്റേഷൻസ് ലൈക്ക് ഷിംല, ഡാർജിലിംഗ് എക്സെട്ര ആർ സിറ്റുവേറ്റഡ് ഇൻ സദേൺ സ്ലോപ്പ് ഓഫ് ദിസ് റേഞ്ച്. ഷിംല, ഡാർജിലിംഗ് തുടങ്ങിയ സുഖവാസ കേന്ദ്രങ്ങൾ ഈ പർവ്വതനിരകളുടെ തെക്കേ ചെരുവിലായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത്. ഇനി ലാസ്റ്റ് നമുക്ക് സിവാലിക്കിൻ്റെ സ്പെഷ്യാലിറ്റീസ് പറയുന്നത് ആസ് ദി ഹിമാലയസ് റിവേഴ്സ് കട്ട് അക്രോസ് ദിസ് റേഞ്ച് ഇറ്റ് ഓഫ് കണ്ടിന്യൂറ്റി ബ്രേക്സ് അറ്റ് മെനി പ്ലേസസ്. അതായത് സിവാലിക്കിൻ്റെ ഹിമാലയൻ നിരകൾ ഈ പർവ്വതനിരയെ മുറിച്ചുകൊണ്ട് ഒഴുകുന്നതിനാൽ പലയിടങ്ങളിലും അതിൻ്റെ തുടർച്ച നഷ്ടപ്പെടുന്നു. ബ്രോഡ് ഫ്ലാറ്റ് വാലീസ് സീൽ അലോങ് ദീസ് റേഞ്ചസ് ആർ കോൾഡ് ഡൂൺസ്. എന്താണ് ഡൂണുകൾ എന്ന് പറയുന്നത്? അതായത് നീളമേറിയതും വിസ്തൃതവുമായ താഴ്വരകൾ കാണപ്പെടുന്നു. ഇവയെ നമ്മൾ ഡൂണുകൾ എന്ന് വിളിക്കുന്നു. ഉദാഹരണം ഡെറാഡൂൺ. ഇത് സിവാലിക്കിലാണ് കാണപ്പെടുന്നത്. അപ്പോൾ നമ്മൾ 3 സബ് ഡിവിഷൻസും പഠിച്ചു. നമ്മുടെ ഹിമാലയത്തിൻ്റെ 3 സബ് ഡിവിഷൻ എന്ന് പറയുന്നത് ഹിമാദ്രി, ഹിമാചൽ ആൻഡ് സിവാലിക്. അതിനുശേഷം കൊടുത്തിരിക്കുന്നത് ഉത്തരപർവ്വത മേഖലയിലെ ചുരങ്ങളാണ്. ലിപുലേഖ്, ഷിപ്കില, സോജില എന്നിവ ബന്ധിപ്പിക്കുന്ന പ്രദേശങ്ങളും ജസ്റ്റ് ഒന്ന് വായിച്ചാൽ മതി. പിന്നീട് നമുക്ക് പഠിക്കാനുള്ളത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് ഈസ്റ്റേൺ ഹൈലാൻഡ്സ് ആണ്. Then we have marked the major hills belonging to the eastern highlands in the outline map 7.1. 7.1-ലെ ഔട്ട്ലൈൻ മാപ്പിലെ മേജർ ഹിൽസിനെ കുറിച്ചൊക്കെ നമ്മൾ പറഞ്ഞാണ്. അപ്പോൾ ഇതിൽ ആ റീജിയനിൽ വിച്ച് ഇസ് അറ്റ് ആൻ ഓൾട്ടിറ്റ്യൂഡ് ഓഫ് 500 to 3000 മീറ്റേഴ്സ് ഇസ് ഓൾസോ നോൺ ആസ് പൂർവ്വജൽ. അപ്പോൾ പൂർവ്വജൽ എന്ന് പറഞ്ഞ ഭാഗം എന്ന് പറയുന്നത് സമുദ്രനിരപ്പിൽ നിന്ന് ഏകദേശം 500 മുതൽ 3000 മീറ്റർ വരെ ഉയരത്തിലുള്ള ആ പ്രദേശത്തെ നമ്മൾ പൂർവ്വജൽ എന്ന് പറയുന്നു. ലോകത്തിലെ തന്നെ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന പ്രദേശമായ ചിറാപുഞ്ചി അവിടെയാണ്. അത് 1 മാർക്കിൻ്റെ ക്വസ്റ്റ്യന് റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്നതാണ്. ചിറാപുഞ്ചി ദ പ്ലേസ് റിസീവിങ് ദ ഹയസ്റ്റ് റെയിൻഫോൾ ഇൻ ദ വേൾഡ് ഈസ് സിറ്റുവേറ്റഡ് ഇൻ ദി പൂർവ്വജൽ. വിച്ച് ഇസ് ദ പ്ലേസ് റിസീവിങ് ഹയസ്റ്റ് റെയിൻഫോൾ ഇൻ ദ വേൾഡ് എന്ന് ചോദിച്ചാൽ ചിറാപുഞ്ചിയാണ്. ദിസ് റീജിയൻ ഈസ് കവേർഡ് ബൈ ഡെൻസ് ട്രോപ്പിക്കൽ ഫോറസ്റ്റ്. അത് അവിടെ എന്ന് വെച്ചാൽ ഈ പ്രദേശത്ത് വളരെ നിബിഡമായ ഉഷ്ണമേഖല മഴക്കാടുകളാണ് ഉള്ളത്. ഇനി 2 വർക്ക് അവിടെ ചെയ്യാൻ പറഞ്ഞിരിക്കുന്നു. അറ്റ്ലസ് നോക്കി അടയാളപ്പെടുത്താനായിട്ടാണ്. നമുക്ക് ഫൈൻഡ് ഔട്ട് ദി സ്റ്റേറ്റ്സ് അലോങ് ദി ഈസ്റ്റേൺ ഹൈലാൻഡ്സ് വിത്ത് ദി എയ്ഡ് ഓഫ് ആൻ അറ്റ്ലസ്. ദെൻ മാർക്ക് ദി മൗണ്ടെയിൻ റേഞ്ചസ് ബിലോങ്ങിങ് ടു ദി നോർത്തേൺ മൗണ്ടെയിൻസ് ഇൻ ദി ഔട്ട്ലൈൻ മാപ്പ് ഓഫ് ഇന്ത്യ. നിങ്ങൾ ചെയ്യേണ്ട വർക്കാണത്. നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത് ഹ്യൂമൻ ലൈഫ് ഇൻ ദി ലാപ്പ് ഓഫ് ദി ഹിമാലയാസ്. ഹിമാലയത്തിൻ്റെ മടിത്തട്ടിലുള്ള ജനജീവിതം. ഉത്തരപർവ്വത മേഖലയിലുടനീളം പൊതുവെ ഫലപുഷ്ടി കൂടിയ പർവ്വത മണ്ണാണ് കാണപ്പെടുന്നത്. ഏത് സോയിലാണ് കാണുന്നതെന്ന് ചോദിക്കാം. ദ സോയിൽ ജനറലി ഫൗണ്ട് ഇൻ ദി നോർത്തേൺ മൗണ്ടെയിൻ റീജിയൻ ഈസ് ദി ഫെർട്ടൈൽ. ഹ്യൂമൻ ലൈഫ് ഇൻ ദി ലാപ്പ് ഓഫ് ഹിമാലയാസ് എന്നുവെച്ചാൽ ഹിമാലയത്തിലെ മടിത്തട്ടിലെ ജനങ്ങളുടെ ജീവിതം. ദ മേജർ മീൻസ് ഓഫ് ലൈവ്ലിഹുഡ് ഇസ് ആനിമൽ റെയറിംഗ് ദാറ്റ് ഡിപ്പെൻഡ്സ് പ്യൂർലി ഓൺ ദി ഗ്രാസ് ലാൻഡ്സ് ഹിയർ. ഷീപ്സ് ആർ കൊമേഴ്ഷ്യലി റെയർഡ് ഇൻ കാശ്മീർ ആൻഡ് ഹിമാചൽ.
മൃഗപരിപാലനമാണ് ഇവിടുത്തെ ജനങ്ങൾ അനുവർത്തിക്കുന്ന ഒരു ജീവിതമാർഗ്ഗം എന്ന് പറയുന്നത്. ഇവിടുത്തെ പുൽമേടുകളെ ആശ്രയിച്ചാണ് മൃഗപരിപാലനം നടത്തുന്നത്. കാശ്മീർ, ഹിമാചൽ പ്രദേശ് എന്നിവിടങ്ങളിൽ വ്യാവസായിക അടിസ്ഥാനത്തിൽ ചെമ്മരിയാടുകളെ വളർത്തുന്നു. The valleys of Sivalik have been formed by the deposition of alluvium brought down by the Himalayan rivers. Apart from potato, barley and saffron, fruits like apple and orange are cultivated here. പർവ്വത നിരകളിൽ നിന്ന് ഉത്ഭവിക്കുന്ന നദികൾ ഒഴുക്കിക്കൊണ്ടുവരുന്ന എക്കൽ അടിഞ്ഞുകൂടിയതാണ് സിവാലിക്കിൻ്റെ താഴ്വാര മേഖല എന്ന് പറയുന്നത്. ഉരുളക്കിഴങ്ങ്, ബാർലി, കുങ്കുമപ്പൂവ് എന്നിവ കൂടാതെ ആപ്പിൾ, ഓറഞ്ച് തുടങ്ങിയ പഴവർഗ്ഗങ്ങളും തേയിലയും ഈ മേഖലയിൽ കൃഷി ചെയ്യപ്പെടുന്നു. The largest production of tea in India comes from Assam mountain ranges. 1 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ്, പഠിച്ചോണം. The largest production of tea in India comes from Assam mountain ranges. The northern mountains are described as a paradise of tourists due to its natural beauty. Hill stations like Shimla, Darjeeling, Kulu, Manali, etc. are situated here. പിന്നീട് പറയുന്നത് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ തേയില ഉൽപ്പാദിപ്പിക്കുന്ന ആസാം മലനിരകളിലാണെന്ന് പറഞ്ഞു. ഏറെ പ്രകൃതി ഭംഗിയുള്ള ഉത്തരപർവ്വത മേഖല വിനോദസഞ്ചാരികളുടെ ഒരു പാരഡൈസാണ്. പറുദീസയാണ്. സിംല, ഡാർജിലിംഗ്, കുളു, മണാലി തുടങ്ങിയ സുഖവാസ കേന്ദ്രങ്ങളും ഇവിടെ തന്നെ ആണ്. അടുത്തത് സിഗ്നിഫിക്കൻസ് ഓഫ് നോർത്തേൺ മൗണ്ടെയ്ൻസ് ആണ്. എന്ന് വെച്ചാൽ ഉത്തരപർവ്വത മേഖലയുടെ പ്രാധാന്യം. 4 മാർക്കിൻ്റെ ചോദ്യം സ്ഥിരം ചോദിക്കാറുള്ളതാണ്. ഇതിലേതെങ്കിലും 4 പോയിൻറ്റെങ്കിലും നിങ്ങൾ കൃത്യമായിട്ട് കാണാതെ പഠിച്ചു വെച്ചിരിക്കണം. Let us see the role played by these mountain ranges in molding the climate and human life of India. അപ്പം ഇന്ത്യയുടെ കാലാവസ്ഥ, ജനജീവിതം എന്നിവ രൂപപ്പെടുത്തുന്നതിൽ ഉത്തരപർവ്വത മേഖലയ്ക്ക് എത്രമാത്രം പങ്ക് ഉണ്ട്, അതിൻ്റെ സ്വാധീനം എന്താണ് എന്നൊക്കെ ചോദിച്ചാൽ ഇത് തന്നെ എഴുതാം. അപ്പോൾ ഫസ്റ്റ് പോയിൻ്റ് എന്ന് പറഞ്ഞിരിക്കുന്നത് ഹാവ് ബീൻ പ്രൊട്ടക്റ്റിംഗ് അസ് ഫ്രം ഫോറിൻ ഇൻവേഷൻസ് ഫ്രം ദി നോർത്ത് സിൻസ് ഏൻഷ്യൻറ്റ് ടൈംസ്. അതായത് പുരാതന കാലം മുതൽ തന്നെ വടക്കു പടിഞ്ഞാറ് നിന്നുള്ള വൈദേശിക ആക്രമണങ്ങളിൽ നിന്ന് ഒരു പരിധിവരെ നമ്മളെ സംരക്ഷിച്ചു പോരുന്നു. ഒരു വൻ മതിൽക്കെട്ടായിട്ടാണല്ലോ നിൽക്കുന്നത് അത് ഉത്തരപർവ്വത മേഖല. അതുകൊണ്ട് തന്നെ നമ്മളെ സംരക്ഷിക്കുന്നു. പിന്നീട് ബ്ലോക്ക് ദി മൺസൂൺ വിൻഡ്സ് ആൻഡ് കോസ് റെയിൻഫോൾ ത്രൂ ഔട്ട് ദി നോർത്ത് ഇന്ത്യ. മൺസൂൺ കാറ്റുകളെ തടഞ്ഞു നിർത്തി ഉത്തരേന്ത്യയിൽ ഉടനീളം മഴ പെയ്യ്ക്കുന്നു. തേർഡ് പോയിൻ്റ് എന്ന് പറയുന്നത് പ്രിവെൻറ്റ് ദി ഡ്രൈ കോൾഡ് വിൻഡ്സ് ബ്ലോയിങ് ഫ്രം ദ നോർത്ത് ഫ്രം എൻറ്ററിങ് ഇന്ത്യ ഡ്യൂറിങ് വിൻ്റർ. ശൈത്യകാലത്ത് വടക്കു നിന്ന് വീശുന്ന വരണ്ട ശീതക്കാറ്റിനെ ഇന്ത്യയിലേക്ക് കടക്കാതെ ചെറുത്ത് നിർത്തുന്നു. കോസ്റ്റ് ദി എമർജൻസ് ഓഫ് ഡൈവേഴ്സ് ഫ്ലോറ ആൻഡ് ഫോണ എന്ന് വെച്ചാൽ വൈവിധ്യമാർന്ന സസ്യ ജന്തുജാലങ്ങൾ ഉടലെടുക്കുന്നതിന് കാരണമായി. അടുത്ത പോയിൻ്റ് നദികളുടെ ഉത്ഭവ പ്രദേശമാണ്. ഇറ്റ് ഈസ് എ സോഴ്സ് റീജിയൻ ഓഫ് റിവേഴ്സ്. ഇത് കൂടാതെ ഇതിൻ്റെ സിഗ്നിഫിക്കൻസ് എന്താണെന്ന് ചോദിച്ചാൽ ടൂറിസം എഴുതാം, പിൽഗ്രിമേജ്, ദെൻ അഗ്രികൾച്ചർ, മിനറൽസ്, അങ്ങനെ നമുക്ക് പോയിൻറ്റ്സ് ആഡ് ചെയ്ത് എഴുതാം. അപ്പോൾ ഇത്രയും നിങ്ങൾ പഠിക്കുക. സിഗ്നിഫിക്കൻസ് ഓഫ് നോർത്തേൺ മൗണ്ടെയ്ൻസ് ഇത്ര എന്തായാലും ഇത് കാണാതെ പഠിക്കണം, ഇമ്പോർട്ടൻ്റ് ആണ്. ദെൻ അടുത്തത് ദി സ്നോ ക്ലാഡ് പീക്സ് ആൻഡ് ഗ്ലേസിയേഴ്സ് ഇൻ ദി ഹിമാലയസ് ആർ റിച്ച് സോഴ്സസ് ഓഫ് ഫ്രഷ് വാട്ടർ. അപ്പോൾ മറ്റൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഹിമാലയത്തിലെ മഞ്ഞും മൂടിയ കൊടുമുടികളും ഹിമാനികളും ശുദ്ധജലത്തിൻ്റെ വൻ ശേഖരമാണ്. Numerous great rivers take birth through the confluence of streams originating from the melting of snow. These rivers are known as Himalayan rivers. ഇവിടെ ഹിമാലയൻ നദികളുടെ ഉത്ഭവ കേന്ദ്രമാണ് ഇവിടെ എന്ന് പറയുന്നത്. ഈ മഞ്ഞുപാളികൾ ഉരുകി രൂപം കൊള്ളുന്ന നീർച്ചാലുകൾ ചേർന്ന് അനേകം മഹാനദികൾ ജന്മമെടുക്കുന്നു. ഇവ ഹിമാലയൻ നദികളെന്ന് അറിയപ്പെടുന്നു. താഴ്വരകളിലെ ധാരാളമായ മഴയും പിന്നീട് ഈ നദികളെ പുഷ്ടിപ്പെടുത്തുന്നുണ്ട്. പ്രധാന ഹിമാലയൻ നദികളാണ് സിന്ധു, ഗംഗ, ബ്രഹ്മപുത്ര എന്നിവ. These rivers are known as Himalayan rivers എന്ന് പറഞ്ഞു. They are also enriched by copious rain along the valleys. Then we have to learn about Himalayan rivers. ഹിമാലയൻ റിവേഴ്സ് എന്ന് പറയുന്നത് മൂന്നെണ്ണമാണ്. ഇൻഡസ്, ഗംഗ ആൻഡ് ബ്രഹ്മപുത്ര, അല്ലെങ്കിൽ സിന്ധു, ഗംഗ, ബ്രഹ്മപുത്ര. ഹിമാലയൻ റിവേഴ്സിനെ കുറിച്ചിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. ഇത്രയും നിങ്ങൾ നോക്കി വെക്കുക. താങ്ക് യു ഫോർ ലിസണിങ്.